Divine Thoughts, a journey to the innermost recesses of our soul. സ്തുതിയായിരിക്കട്ടെ. ഏലിയാ സ്ലീവ മൂശക്കാലം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് സെപ്റ്റംബർ 14 ആഘോഷിക്കുന്ന വിശുദ്ധ സ്ലീവായുടെ പുകഴ്ചയുമായി ബന്ധപ്പെട്ടാണ് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു. ഈ വർഷം ഈ തിരുനാള്, സ്ലീവായുടെ പുകഴ്ചയുടെ തിരുനാള് ഞായറാഴ്ച തന്നെയാണ് എന്നുള്ളതൊരു പ്രത്യേകതയുമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ഏലിയാ സ്ലീവ കാലത്തിൻ്റെ 2ാം ഞായറാഴ്ച സ്ലീവായുടെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വായനകളെല്ലാം തിരുസഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് സ്ലീവായുടെ മഹത്വം, അതിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നവയാണ്. പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതുന്ന 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ യഹൂദർ എപ്രകാരമാണ് അടയാളങ്ങൾ അന്വേഷിക്കുന്നത്, എപ്രകാരമാണ് ഗ്രീക്കുകാർ വിജ്ഞാനം തേടുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഈ ലോകത്തിൻ്റെ വിജ്ഞാനത്തെ ഭോഷിതമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആ വലിയ ശക്തിയുടെ കൃപയുടെ അടയാളമായ ാണ് നമുക്ക് രക്ഷയ്ക്ക് നിദാനമായിരിക്കുന്നത് എന്നാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ വായനയിൽ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യഹൂദർക്കിടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ആ സ്ലീവായെക്കുറിച്ചാണ് തനിക്ക് പ്രഘോഷിക്കുവാനുള്ളത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഈ സ്ലീവായുടെ ഒരു മുൻ രൂപം പഴയ നിയമത്തിൽ സംഖ്യയുടെ പുസ്തകം, മോശ എഴുതിയ സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മരുഭൂമിയിൽ വെച്ച്, അതാണല്ലോ നമ്മൾ 21-ാം അധ്യായത്തിൽ പഴയ നിയമത്തിലെ ആദ്യത്തെ വായനയിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. മെസ്രയനിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായ ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ ദൈവത്തിനും മോശയ്ക്കുമെതിരെ പിറുപിറുക്കുമ്പോൾ ദൈവം ഇസ്രായേൽ ജനതയെ ശിക്ഷിക്കാനായിട്ട് അഗ്നേയ സർപ്പങ്ങളെ അയച്ചു. ഈ സർപ്പങ്ങളുടെ ദംശനമേറ്റ് ചിലരൊക്കെ മരിക്കുകയും ചെയ്തു. അപ്പോൾ മോശയുടെ പക്കൽ സഹായത്തിനായിട്ട് മാധ്യസ്ഥം യാചിക്കുവാനായിട്ട് ഓടിയെത്തിയ ജനം ദൈവത്തോട് അപേക്ഷിക്കുവാനായിട്ട് മോശയെ അയക്കുമ്പോൾ മോശ ദൈവം യാചിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഈ കടിയേറ്റവർ, അഗ്നേയ സർപ്പത്തിൻ്റെ ദംശനമേറ്റവർ രക്ഷപ്രാപിക്കാൻ വേണ്ടി നീ ഒരു കാര്യം ചെയ്യ്, ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തി മരുഭൂമിയിൽ ഉയർത്തി നിർത്ത്, അതിൽ നോക്കുന്നവർ, വിശ്വാസത്തോടെ നോക്കുന്നവർ രക്ഷപ്രാപിക്കുമെന്ന്. അങ്ങനെ സർപ്പത്തിൻ്റെ ദംശനമേറ്റെങ്കിലും വിശ്വാസപൂർവ്വം ഈ പിച്ചള സർപ്പത്തെ നോക്കിയവർ രക്ഷപ്രാപിച്ച സംഭവമാണ് പഴയ നിയമത്തിലെ ആദ്യത്തെ വായനയിൽ നമ്മൾ കേൾക്കുന്നത്. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഈശോ തന്നെ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ നിക്കദേമോസുമായുള്ള സംഭാഷണത്തിന് തുടർച്ചയായിട്ട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 14-15 വാക്യങ്ങളിൽ ഈശോ പറയുന്നുണ്ട്, മരുഭൂമിയിൽ മോശ സർപ്പത്തെ എപ്രകാരം ഉയർത്തിയോ അതുപോലെ തന്നെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നുവെന്ന്. ഈശോയുടെ കുരിശാരോഹണത്തെക്കുറിച്ച്, സ്ലീവായിലെ ആരോഹണത്തെയും രക്ഷയെയും കുറിച്ച്, അതുവഴി മനുഷ്യവംശത്തിന് ലഭിക്കാൻ പോകുന്ന രക്ഷയെക്കുറിച്ചായിരുന്നു യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 14-15 വാക്യങ്ങളിൽ ഈശോ വ്യക്തമാക്കിയത്. തൊട്ട് പിന്നാലെ വരുന്ന 16-ാം വാക്യത്തിൽ ഈശോയുടെ മരണത്തെക്കുറിച്ച് ആണല്ലോ സൂചിപ്പിക്കുന്നത്. തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കാതെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടി സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവിധം, അത് കുരിശോളം നൽകുവാൻ തക്കവിധം പിതാവായ ദൈവം ലോകത്തെ നമ്മെ അത്രമാത്രം സ്നേഹിച്ചുവെന്നാണല്ലോ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തുന്നത് ഈശോയുടേതായിട്ട്. അപ്പോൾ അവിടെ തന്നെ ഈശോ തന്നെ തൻ്റെ രക്ഷണീയ കൃത്യത്തിൻ്റെ പരിസമാപ്തിയായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഉച്ചിസ്ഥഭാവമായിട്ട് അവതരിപ്പിക്കുന്നത് കുരിശിലെ ഈ മഹത്വീകരണമാണ്, സ്ലീവായിലെ ഈ രക്ഷാസംഭവമാണ്. അങ്ങനെ അവതരിപ്പിച്ച അതിലേക്കുള്ള, ആ സ്ലീവായിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ഈശോയുടെ പരസ്യജീവിതം എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് സമവേഷണ സുവിശേഷകർ സുവിശേഷത്തിൻ്റെ കേന്ദ്രഭാഗത്ത് ഓർസലമിലേക്കുള്ള ഈശോയുടെ യാത്രയെ അവതരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്ലീവായിലേക്കുള്ള യാത്രയായിരുന്നു, സഹനമരണോത്ഥാനങ്ങളിലേക്കുള്ള പെസഹാ രഹസ്യത്തിലേക്കുള്ള യാത്രയായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ തിരുനാളിൽ, ഈ ഏലിയാ സ്ലീവാ കാലത്ത് സ്ലീവായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുസഭ ആ രഹസ്യത്തിലേക്കാണ്, സ്ലീവായുടെ രഹസ്യത്തിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 13 എമ്മാവൂസ് ശിഷ്യന്മാരുടെ അനുഭവത്തിലൂടെ സുവിശേഷകനായ ലൂക്ക ഇന്ന് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഓർസലമിൽ നിന്ന്, ആ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുന്ന ശിഷ്യന്മാർ 2 പേര്. സഭാപിതാവായ അലക്സാണ്ട്രിയയിലെ സിറിൽ പറയും,
ഈ രണ്ടുപേര് ക്ലെയോഫാസ് പേരിൽ പറയാത്ത മറ്റേ ശിഷ്യനും ഈ ഈശോ അയച്ച 70 ശിഷ്യന്മാരിൽ പെട്ടവരായിരുന്നുവെന്നാണ് അലക്സാണ്ട്രിയയിൽ സിറിൽ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഈ 2 ശിഷ്യന്മാര് ഈശോയുടെ കൂടെ നടന്നിരുന്നവരാണ്. ഈശോയാണ് ഇവരെ ഓർസലമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഓർസലം വിട്ട് പോകരുത്, അവിടെയാണ് രക്ഷയുടെ കേന്ദ്രസ്ഥാനം എന്നെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചാണ് കൊണ്ടുവന്നതെങ്കിലും ഈശോ കുരിശിൽ മരിക്കുന്നത് കാണുമ്പോൾ പ്രതീക്ഷയെല്ലാം തകർന്ന് ഈ ശിഷ്യന്മാർ സ്വന്തം നഗരത്തിലേക്ക് തിരികെ പോവുകയാണ്, എമ്മാവൂസിലേക്ക് പോവുകയാണ്. പക്ഷേ ഈശോ അവരെ ഉപേക്ഷിക്കുന്നില്ല. അവര് വിശ്വാസമില്ലാത്തവരായിരുന്നു, പ്രത്യാശ നശിച്ചവരായിരുന്നെങ്കിലും ഈശോ അവരുടെ കൂടെ നടക്കുകയും ഒരു അപരിചിതൻ എന്ന പോലെ അവരോട് പെരുമാറുകയും എല്ലാം ശ്രദ്ധാപൂർവം ക്ഷമാപൂർവം അവരിൽ നിന്ന് കേൾക്കുകയും ചെയ്തിട്ട് ഈശോ അവസാനം അവരെ തിരുത്തുന്നതാണ് 24-ാം അധ്യായം 25 മുതൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ ഈശോ കൂടെ നടന്നുവെങ്കിലും ഈ ശിഷ്യന്മാർക്ക് ഈശോയെ തിരിച്ചറിയാൻ സാധിച്ചില്ല. അതിൻ്റെ കാരണം സഭാപിതാവായ ആഗസ്തിനോസ് പറയുന്നത് ഇപ്രകാരമാണ്. കാരണം അവര് തിരിച്ചറിയാതിരുന്നതിൻ്റെ കാരണം ഉയർക്കുമെന്നുള്ള പ്രതീക്ഷ അവർക്കില്ലായിരുന്നു. ആ പ്രത്യാശ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ആ ഉത്ഥാനത്തിൽ അല്ലെങ്കിൽ മരിച്ചവൻ ഉത്ഥാനം ചെയ്തു എന്നുള്ള കാര്യം 24-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് സ്ത്രീകൾക്ക് ഈ വാർത്ത ലഭിക്കുന്നതും സ്ത്രീഹന്മാരിൽ 2 പേര് പോയി ഇത് സാക്ഷ്യപ്പെടുത്തുന്നതും എല്ലാം ഉണ്ടായിട്ടും ഇവരിത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഉയർത്തുമെന്ന് ഇവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഈശോ പരസ്യവര കാലത്ത് പല പ്രാവശ്യം ആവർത്തിച്ച് തൻ്റെ സഹനത്തെയും മരണത്തെയും അതിനുശേഷമുള്ള ഉത്ഥാനത്തെയും കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചിരുന്നതായിരുന്നെങ്കിലും ആ ബോധനം എല്ലാം മറന്നിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ ഇവരുടെ ആ ഹൃദയത്തിൻ്റെ അന്ധതയാണ്, വിശ്വാസമില്ലായ്മയാണ്, പ്രത്യാശ നശിച്ചതാണ് ഈശോയെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നുവെന്ന് 24-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത് എന്ന് വിശുദ്ധ ആഗസ്തിനോസ് പറയും. അപ്പോൾ ഈ വിശ്വാസം നഷ്ടപ്പെട്ടതാണ്, പ്രത്യാശ ഇല്ലാതെ പോയതാണ് അവരുടെ കണ്ണുകൾ മൂടപ്പെട്ട് അന്ധത ബാധിക്കുന്നതിന് കാരണമായി തീർന്നത്, തിരിച്ചറിയാതിരിക്കുന്നതിന്. അന്ധത എന്ന് പറയത്തില്ല, കാരണം ഈശോ കൂടെ നടക്കുന്നുണ്ടായിരുന്നു, ഈശോ അവരോട് സംസാരിക്കുന്നു, അവരും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈശോയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോയത് വിശ്വാസത്തിൻ്റെ കണ്ണില്ലാതെ പോയത് കൊണ്ടാണ്, പ്രത്യാശയുടെ ആ ഒരു നാളമില്ലാതെ പോയതുകൊണ്ടാണ് എന്ന് പറയും. ഇവർ നടന്നത് മരിച്ചവരെ പോലെയായിരുന്നു, പ്രത്യാശ നശിച്ചവരാണ്, വിശ്വാസമില്ലാത്തവരാണ്. അതുകൊണ്ട് മരിച്ചവരെ പോലെ നടന്നവൻ്റെ കൂടെ നടന്നത് ആരാണ്? ജീവന്റെ മിശിഹായാണ്. ജീവന്റെ മിശിഹ കൂടെ നടക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ജീവൻ കൂടെ നടന്നിട്ടും ജീവനാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ ജീവൻ പുനരുദ്ധരിക്കപ്പെട്ടിരുന്നില്ല എന്നാണ് ആഗസ്തിനോസ് പറയുന്നത്. സഹയാത്രികനായിട്ട് കൂടെ ഉണ്ടായിട്ടും ഇവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. ബുദ്ധിതനായ ഈശോ നമ്മുടെ കൂടെയും എന്നും ഉണ്ട് എന്നുള്ള ആ സത്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നത് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അഭാവം മൂലമാണ് എന്നും ആഗസ്തിനോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗുരു അവരോടൊപ്പം വഴിയിൽ നടക്കുകയായിരുന്നു, കാരണം അവൻ തന്നെ. പക്ഷേ അവർ വഴിയിലൂടെ നടന്നില്ല, അവർക്ക് വഴിതെറ്റിപ്പോയി. അവിടുന്ന് അവരുടെ പിന്നാലെ ചെന്ന് അവരെ കണ്ടെത്തി എന്നെല്ലാം ആഗസ്തിനോസ് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് തന്നെയാണ്. വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്ന് പഠിപ്പിച്ചിരിക്കുന്നതും ഈശോ തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ കുറവായിരുന്നു കൂട്ടായ്മയിൽ നിന്ന്, ഓർസലമിലെ സഭാ കൂട്ടായ്മയിൽ നിന്ന്, ശിഷ്യന്മാരുടെ സമൂഹത്തിൽ നിന്ന് വേർപെട്ട് നിരാശരായി പരസ്പരം കലഹിച്ച് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് തിരികെ പോകുന്നതിന് അവരെ പ്രേരിപ്പിച്ചത്. ഈശോ അവരെ ഉപേക്ഷിക്കുകയല്ല, അവരുടെ കൂടെ നടന്ന് അവരെ ക്ഷമാപൂർവം കേട്ട് അവരെ എവിടെയാണോ അവരുടെ വിശ്വാസം പതറിപ്പോയത് അവിടെയാണ് രക്ഷയുടെ അടിസ്ഥാനമെന്ന് അവിടുന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഈശോ കുരിശിൽ നിസ്സഹായനായി മരിക്കുന്നത് കാണുമ്പോഴാണ് ഇവരുടെ പ്രത്യാശയെല്ലാം തകർന്നു പോയത്. ഈ സഹനത്തിൽ തന്നെയാണ്, കുരിശിലെ ഈ മരണത്തിൽ തന്നെയാണ് രക്ഷയുടെ അടിസ്ഥാനമെന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് 24-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ അവിടുന്ന് പറയുന്നത്, ഓഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുവാൻ മടിക്കുന്നവരെ, മിശിഹ ഇതെല്ലാം സഹിച്ച് തന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? സഹനത്തിലൂടെ മാത്രമേ, സ്ലീവായിലെ മരണത്തിലൂടെ മാത്രമേ അവിടത്തേക്ക് മിശിഹായുടെ ദൈവപുത്രന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നും അത് തന്നെയാണ്, ആ സ്ലീവ തന്നെയാണ് യഥാർത്ഥത്തിൽ മഹത്വമായി മാറിയത്, അവിടെയാണ് രക്ഷ സാധിച്ചത് എന്നും അവിടുന്ന് അവരെ പഠിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് 27-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും തന്നെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നവയെല്ലാം അവനവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ മോശ തുടങ്ങിയെന്ന് പറയുമ്പോൾ മോശയുടേതാണല്ലോ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ, തോറ അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥം അറിയപ്പെടുന്ന 5 ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ അവസാന പ്രവാചകനായ മലാക്കി വരെയുള്ള ആ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ എല്ലാം പറയുന്നത്
മിശിഹായെക്കുറിച്ചാണ്, മിശിഹായുടെ സഹനത്തെയും മരണത്തെയും കുറിച്ചാണ്. അത് ആ സഹനവും മരണവും ഉത്ഥാനത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് എന്ന് ഉദ്ധിതനായ മിശിഹ തന്നെയാണ് ഈ ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. പഴയ നിയമം മുഴുവനെയും മിശിഹ കേന്ദ്രീകൃതമായി വ്യാഖ്യാനിക്കുന്നതിനുള്ള അടിസ്ഥാനം ഇടുന്നത് ഉദ്ധിതനായ മിശിഹായാണ്. അത് ഇന്ന് നമ്മൾ വായിക്കുന്ന ഈ സുവിശേഷ ഭാഗത്താണ്. 24 അധ്യായം 27 വാക്യത്തിലാണ്. വിശുദ്ധ ഗ്രന്ഥ പഠിതാക്കള് ഇതിനെ ക്രിസ്റ്റലോജിക്കൽ ഇന്റർപ്രിട്ടേഷൻ പറയും. പഴയ നിയമത്തെ മിശിഹ കേന്ദ്രീകൃതമായി വ്യാഖ്യാനിക്കുന്നതാണ്. ഇക്കാര്യം ഈ രണ്ടുപേർക്ക് മാത്രമല്ല, തുടർന്ന് യേശു ഓർസലമിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മറ്റു ശിഷ്യന്മാർക്ക് എല്ലാവർക്കും കൂടിയും ഇത് വ്യക്തമായിട്ട് നൽകുന്നത് ഇതേ അധ്യായം തന്നെ 44 മുതലുള്ള വാക്യങ്ങൾ കാണാം. അവിടെ പഴയ നിയമത്തെ നിയമവും പ്രവാചകന്മാരെന്ന് മാത്രമല്ല, അവരുടെ പ്രാർത്ഥനാ പുസ്തകം കൂടിയായിരുന്നു സങ്കീർത്തനം കൂടി എടുത്ത് പറയുന്നുണ്ട്. മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെപ്പറ്റി എഴുതപ്പെട്ടിരുന്നത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നത് ഞാൻ നിങ്ങളോട് കൂടെയായിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഓർമ്മിപ്പിച്ചിട്ട് 45 വാക്യത്തിൽ അത്ഭുതകരമായ ഒരു കാര്യം അവിടുന്ന് ചെയ്യുന്നുണ്ട്. അവിടുന്ന് അവരുടെ മനസ്സ് തുറന്നു കൊടുത്തു. ഈ മനസ്സ് ഈ ഓർസലമിൽ സമ്മേളിച്ചിരുന്ന ശിഷ്യ സമൂഹത്തിന്റെ മാത്രമല്ല, ഈ രണ്ടുപേരുടെയും എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെയും മനസ്സ് തുറന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. അപ്പം മുറിക്കലിൽ ഈശോയെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ വലിയ സന്തോഷത്തോടെ ഓർസലമിലേക്ക് മടങ്ങിപ്പോകുന്ന ഈ ശിഷ്യന്മാർ വഴിയിൽ വെച്ച് പറയുന്നുണ്ട്, അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ, നമുക്ക് വചനം വ്യാഖ്യാനിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നില്ലേ എന്ന്. ഈ ഹൃദയം ജ്വലിക്കുന്നതിന് കാരണമായി തീർന്നത് അത് അവിടുന്ന് മനസ്സ് തുറന്നു തന്നതുകൊണ്ടാണ് എന്ന് ആണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് തുറന്നത് തിരുലിഖിതങ്ങളാണ് തുറന്നു നൽകിയതെങ്കിലും ആ തുറന്നു നൽകലിൽ അവിടുന്ന് അവരുടെ മനസ്സുകൂടി തുറക്കുകയായിരുന്നു. ഈ തിരുലിഖിതങ്ങളുടെ പൊരുള് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർക്ക് ഇടർച്ചയായ ഈ കുരിശിൽ തന്നെയാണ് രക്ഷ എന്നുള്ള തിരിച്ചറിവിലേക്ക് അവിടുന്ന് അവരെ കൊണ്ടുവരാൻ വേണ്ടി തിരുലിഖിതങ്ങൾ തുറന്നു നൽകി. തിരുലിഖിതങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി അവരുടെ മനസ്സും അവിടുന്ന് തുറന്നു നൽകി. വലിയ ദൈവശാസ്ത്രജ്ഞനായ ഒറിജിൻ പറയും, ഇത് തുറന്നു നൽകുന്നത് ദൈവത്തിൻ്റെ റൂഹ തന്നെയാണ്, പരിശുദ്ധാരൂപി തന്നെയാണെന്ന്. അവർക്ക് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല എങ്കിലും ഉദ്ധിതനായ മിശിഹ കൂടെയായിരുന്നുകൊണ്ട് അവരുടെ തൻ്റെ റൂഹായിലൂടെ, തൻ്റെ അരൂപിയിലൂടെ അവരുടെ മനസ്സും തിരുലിഖിതവും തുറന്നു നൽകുകയായിരുന്നു. സഭാപിതാവായ അംബ്രോസ് പറയുന്നത്, അഗ്നിച്ചിറകുള്ളവനായ ദൈവം അഗ്നിജ്വാലകളായാണ് ഹൃദയത്തെ ജ്വലിപ്പിച്ചതെന്നാണ്. തിരുലിഖിതങ്ങളിലെ ജ്വാലകളാണ് ഇവിടെ അഗ്നിച്ചിറകുകളെന്ന് അംബ്രോസ് പിതാവ് പറയും. അപ്പോൾ ഈ അഗ്നിച്ചിറകുകളിലുള്ള വസിക്കുന്ന, വാഴുന്ന, സമൂഹിക്കപ്പെടുന്ന ദൈവമായി അവിടുന്ന് ഹൃദയത്തെ ജ്വലിപ്പിക്കുകയാണ് അഗ്നിജ്വാലകളായിട്ട്. ഒറിജിൻ വീണ്ടും പറയുന്നുണ്ട്, വെളിപാട് പുസ്തകം 5 അധ്യായം 5 വാക്യത്തിൽ മുദ്ര വയ്ക്കപ്പെട്ട ഗ്രന്ഥം തുറക്കുന്നതിനും എടുക്കുന്നതിനും തുറക്കുന്നതിനുമൊക്കെ യോഗ്യനായിട്ടുള്ളവൻ യൂദാ വംശത്തിലുള്ള കുഞ്ഞാട് മാത്രമാണെന്ന് പറയുന്നുണ്ട്. ആ കുഞ്ഞാടായിട്ടുള്ള യൂദാ വംശത്തിൽ നിന്നുള്ള ദാവീദിന്റെ പുത്രനായ മിശിഹായാണ് ഈ മുദ്രിത ഗ്രന്ഥം. അതായത് പഴയ നിയമം ദൈവനിവേശിതമായ ഈ ഗ്രന്ഥത്തിന്റെ അർത്ഥം എന്താണ്, പൊരുൾ എന്താണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആരാധനാക്രമത്തിൽ പഴയ നിയമത്തിൽ നിന്ന് 2 വായനകളുണ്ട്, പുതിയ നിയമത്തിൽ നിന്ന് 2 വായനകളുണ്ട്. സുവിശേഷത്തിൽ വിവരിക്കപ്പെടുന്ന ഈശോയുടെ ആ ജീവിതത്തിലേക്കും പെസഹ രഹസ്യങ്ങളിലേക്കും ഒക്കെ നമ്മെ എത്തിക്കുന്നതിൻ്റെ മുന്നോടിയാണ് പഴയ നിയമ ഗ്രന്ഥങ്ങളെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, പഴയ നിയമത്തിൻ്റെ പ്രസക്തി വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇന്നും പഴയ നിയമത്തിൽ നിന്നും 2 വായനകൾ നമുക്ക് പരിശുദ്ധ കുർബാനയിലുള്ളത്, ആഘോഷമായ ദിവസങ്ങളിലും ഞായറാഴ്ചകളിലുമൊക്കെ. ഈ പഴയ നിയമത്തിന് അത് നിയമത്തിലും പ്രവാചകന്മാർ 27 വാക്യത്തിൽ ലൂക്ക രേഖപ്പെടുത്തുന്നത് മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും. അപ്പോൾ മോശയുടെ ഗ്രന്ഥത്തിൽ നിന്ന് ആദ്യത്തെ വായന, പിന്നെ പ്രവാചക ഗ്രന്ഥത്തിൽ, ഇന്നാണെങ്കിൽ ഏഷ്യ നീവിയുടെ ഗ്രന്ഥത്തിൽ നിന്നാണ് 2ാമത്തെ വായന. ആദ്യത്തെ വായന മോശയുടെ പഞ്ചഗ്രന്ഥത്തിൽ നിന്നും തോറായിൽ നിന്നും. നമ്മുടെ സാധാരണ ക്രമത്തിലെല്ലാം എപ്പോഴും ഇങ്ങനെയാണ്, മോശയുടെ ഗ്രന്ഥത്തിൽ നിന്ന്, പ്രവാചകന്മാരിൽ നിന്ന്. അതുകൊണ്ട് പഴയ നിയമത്തിൽ നിന്ന് 1 വായനയല്ല വേണ്ടത്, നിശ്ചയമായും പഴയ നിയമത്തിൽ 2 വായനകൾ തന്നെ വേണം. അതാണ് തിരുലിഖിതത്തിൽ അടിസ്ഥാനമുള്ള പാരമ്പര്യം. അതാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത് 24 അധ്യായം 27 വാക്യത്തിൽ. ഇനി ഈ തിരുലിഖിതത്തിലൂടെ ഹൃദയം തുറന്നു നൽകുകയും ഹൃദയം ജ്വലിപ്പിക്കുകയും പഴയ തിരുലിഖിതത്തിന്റെ പൊരുൾ മനസ്സിലാക്കി കൊടുക്കുകയും സ്ലീവായിൽ നടന്ന ആ രഹസ്യത്തിന്റെ, അവിടുത്തെ സഹനത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും അർത്ഥം വ്യക്തമാക്കുകയും ചെയ്തത് അത് എന്തിനു വേണ്ടിയായിരുന്നു? അപ്പം മുറിക്കിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതാണ് തുടർന്ന് വരുന്ന ഭാഗത്ത്, ഇന്ന് നമ്മളത് വായിക്കുന്നില്ല, പക്ഷേ തുടർന്ന് വരുന്ന ഭാഗത്ത് കാണുന്നത് ഈ ശിഷ്യന്മാര് ഈശോയെ തിരിച്ചറിയുന്നത് അപ്പം മുറിക്കലിലാണ്. അവരുടെ ഹൃദയം വചനവേദിയിൽ വെച്ച് വചനം വ്യാഖ്യാനിച്ച് ലഭിച്ചപ്പോൾ, വചനം വായിച്ച് ധ്യാനിച്ചപ്പോൾ
അവരുടെ ഹൃദയം ജ്വലിച്ചുവെങ്കിലും തിരിച്ചറിയുന്നത്, അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത്, ഹൃദയം തുറക്കപ്പെട്ടിരുന്നു വചനങ്ങൾ വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ. പക്ഷേ കണ്ണുകൾ തുറക്കപ്പെട്ട് അവർ മിശിഹായെ തിരിച്ചറിയുന്നത് അതെവിടെയാണ്? അപ്പം മുറിക്കലിലാണ്. ഈ അപ്പം മുറിക്കൽ പരിശുദ്ധ കുർബാന അർപ്പണമാണ്. പരിശുദ്ധ കുർബാന അർപ്പണത്തിന് ആദിമസഭയിൽ പറഞ്ഞിരുന്നത് അപ്പം മുറിക്കൽ എന്നാണ്. അപ്പോൾ ഈശോയെ നമ്മൾ തിരിച്ചറിയേണ്ടതും ഈ അപ്പം മുറിക്കലിലാണ്, പരിശുദ്ധ കുർബാന അർപ്പണത്തിലാണ്. അതുകൊണ്ടാണ് സഭാപിതാവായ അഗസ്തീനോസ് വീണ്ടും പറയുന്നത്, ഇന്നും അവനെ തിരിച്ചറിയുവാൻ നമ്മയെല്ലാം അവിടുന്ന് ഒരുമിച്ച് കൂടുന്ന കൂദാശയാണ് പരിശുദ്ധ കുർബാനയെന്ന്. ഇന്നും ഈശോയെ തിരിച്ചറിയുവാൻ നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മളെ ശ്രവിക്കുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന മിശിഹായെ നമ്മൾ തിരിച്ചറിയേണ്ടത് പരിശുദ്ധ കുർബാന അർപ്പണത്തിലാണ്, അപ്പം മുറിക്കലിലാണ്. അപ്പം മുറിക്കലിലാണ്, ആ പരിശുദ്ധ കുർബാന അർപ്പണത്തിലാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവർ അത് കഴിഞ്ഞ് അവിടെ നിൽക്കുകയല്ല, അവിടെ ആരാധിച്ച് നിൽക്കുകയല്ല ചെയ്യുന്നത്. ഈ തിരിച്ചറിഞ്ഞ് ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ വേണ്ടി ഓർസലമിലേക്ക് അവർ ഓടുകയാണ്, ശിഷ്യ സമൂഹത്തിലേക്ക് ചേരുകയാണ്. അവിടെ പോയി തങ്ങൾക്കുണ്ടായ മിശിഹാനുഭവം അവരുമായി പങ്കുവയ്ക്കും. ഈ അപ്പം മുറിക്കലിൽ അവർ ഈശോയെ തിരിച്ചറിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നു. പരിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ പരമപ്രാധാന്യമാണ് ഇവിടെ ഈ തിരുലിഖിത ഭാഗം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹ നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷയുടെ ആ രഹസ്യം മുഴുവൻ്റെയും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് അവിടുത്തെ സ്ലീവായാണ്. ഈ സ്ലീവായുടെ അടയാളത്താലല്ലേ നമ്മൾ ജനിക്കുന്ന നിമിഷം മുതൽ തന്നെ മുദ്രിതരാക്കപ്പെടുന്നത്. നമ്മൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ നമ്മുടെ അമ്മമാർ നമ്മുടെ നെറ്റിയിൽ സ്ലീവ വരയ്ക്കുന്നുണ്ട്. മാമോദിസ മുക്കുവാൻ കൊണ്ടുചെന്നപ്പോൾ പുരോഹിതൻ നമ്മെ സ്ലീവായുടെ അടയാളത്താലാണ് നമ്മെ മുദ്രിതരാക്കിയത്. പിന്നെ എത്രയോ പ്രാവശ്യം നമ്മെ തന്നെ ആശീർവദിക്കുന്നു, പുരോഹിതർ നമ്മെ ആശീർവദിക്കുന്നു, നമ്മുടെ മാതാപിതാക്കന്മാർ സ്ലീവായുടെ അടയാളത്തിൽ നമ്മെ ആശീർവദിക്കുന്നു. എത്രയോ പ്രാവശ്യമാണ് നമ്മുടെ ഈ ശരീരത്തിൽ തന്നെ സ്ലീവായുടെ അടയാളം മുദ്രിതമായിട്ടുള്ളത്. ഓരോ കുദാശയിൽ പങ്കെടുക്കുമ്പോഴും നമ്മൾ സ്ലീവായുടെ അടയാളത്താൽ മുദ്രിതരാക്കപ്പെടുക. സ്ലീവായിലാണ് രക്ഷ. ഇതാണ് ദൈവത്തിന്റെ ശക്തി, ഇതാണ് ദൈവത്തിന്റെ കൃപയുടെ അടയാളം. നമുക്ക് സ്ലീവാ മരണത്തിലൂടെ രക്ഷ നൽകിയ മിശിഹായെ മിശിഹായോടുള്ള സ്നേഹത്തിൽ നമുക്ക് വളരാം, സ്ലീവായോടുള്ള ഭക്തിയിൽ നമുക്ക് വളരാം. രക്ഷയുടെ അടയാളം വേറൊന്നുമില്ല. ഈശോ സ്ലീവായിൽ മരിച്ചു, അവിടെ നിന്ന് സ്ലീവായിലില്ല, അവിടുന്ന് ഉത്ഥാനം ചെയ്തു. കല്ലറ ശൂന്യമായിരുന്നത് പോലെ തന്നെ ഈശോ മരിച്ച സ്ലീവായും ശൂന്യമാണ്. ഈശോയുടെ ശരീരം അവിടെ ഇല്ല, അവിടുന്ന് ഉത്ഥാനം ചെയ്തു, അവിടെ നിന്നും ജീവിക്കുന്നവനാണ്. നമുക്കതുകൊണ്ട് കുരിശിൽ അവിടുത്തെ തറച്ചു വയ്ക്കാതിരിക്കാം. കുരിശ് അതുവരെ അപമാനത്തിന്റെ ശിക്ഷയുടെ അടയാളമായിരുന്നെങ്കിൽ ഇന്ന് രക്ഷയുടെ ചിഹ്നമായി മാറിയിരിക്കുന്നത് കുരിശിലൂടെ അവിടുന്ന് പിതാവിന്റെ പക്കലേക്ക് കടന്നുപോയി ഉദ്ധിതനായതുകൊണ്ടാണ്. അവിടുന്ന് കുരിശിൽ കിടക്കുകയായിരുന്നെങ്കിൽ ഇതിലും വലിയൊരു ദാരുണം ഉണ്ടാകാനില്ല, ട്രാജഡി ഉണ്ടാകാനില്ല. അവിടുന്ന് കുരിശിലൂടെ ജീവനിലേക്ക് കടക്കുകയായിരുന്നു, നമ്മോടൊപ്പം എന്നും കൂടെ നടക്കുവാൻ വേണ്ടി, നമ്മുടെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് ശൂന്യമായ സ്ലീവായിലാണ് നമ്മുടെ പ്രത്യാശ എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ കൂടെ ജീവിക്കുന്ന, സ്ലീവായിൽ മരിച്ച, സ്ലീവാ തന്നെയായി തീർന്ന ആ മിശിഹായിലുള്ള വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. ഇന്നത്തെ തിരുനാളിന്റെ കുർബാനയുടെ അവസാന സമാപന പ്രാർത്ഥനകളിൽ ആദ്യത്തെ സ്ലോസായിൽ നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ നമ്മുടെ ചിന്തകൾ നമുക്ക് പര്യവസാനിപ്പിക്കാം. കർത്താവായ ദൈവമേ, വിശുദ്ധ സ്ലീവായുടെ ശക്തിയാൽ സത്യത്തിലും നീതിയിലും വ്യാപരിച്ച് ദുഷ്ടന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. കുരിശിൽ അഭിമാനം കൊള്ളുവാനും കുരിശിന്റെ വഴിയിൽ അങ്ങേ അനുഗമിക്കുവാനും ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. ആമേൻ.